ഹലോ ഗായ്സ്, വെൽക്കം ടു ജിഷാസ് വേൾഡ്. ഇന്ന് രാവിലെ ഉറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കറി ഉണ്ടാക്കും. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോ ദേ ഒരു മുട്ട. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ടക്കറി തന്നെ ഉണ്ടാക്കാം. അപ്പതേ മുട്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ കൊട്ടയില് 4 മുട്ട, ഇതും കൂടി ചേർത്ത് 5 മുട്ട. ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിലേക്ക് ഓരോ മുട്ടയായിട്ട് ഇടാം. 1 2 3 4 5. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിടെ സുധിച്ചേട്ടനും കിച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് അവർക്ക് കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ജിഷേ, ഞാൻ പോണ്ടോ? ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആകെ ക്ഷീണിച്ചു. ഇനി ശല്യം. എന്തേ ചേച്ചി? മുട്ട ഉണ്ടാ 2 എടുക്കാൻ? അയ്യോ, ഈ കോഴിപ്പ അങ്ങനെ ഇങ്ങനെയൊന്നും മുട്ടയിടാറില്ല ചേച്ചി. ആകപ്പാട് 5 മുട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ കറിയിലിട്ട്. അതെ, പിന്നെ പണിയൊക്കെ കഴിഞ്ഞാ? എവിടെന്ന് അടിയും തൊടിയും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ പിള്ളേരെയൊക്കെ വിട്ടിട്ട് വേണല്ലോ തീർക്കാൻ. അവിടെ പണിയൊന്നും തീർന്നിട്ടില്ലടി. ഞാൻ പോട്ടടി. ശരി ശരി ശരി. മുട്ടയ്ക്ക് വന്നേക്കണ. നമ്മുടെ എല്ലാ ജോലിയും തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മനസമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഫ്രണ്ട്സ്, എന്റെ മുട്ട കാണാനില്ല. അജിതേച്ചി, അജിതേച്ചി, ചേച്ചി, എന്റെ മുട്ട കാണുന്നില്ല ചേച്ചി. എന്റെ മുട്ടക്കറിയിലെ മുട്ട കാണുന്നില്ല. അയ്യോ, ആരോ കൊണ്ടുപോയി ചേച്ചി. ഞാൻ 5 മുട്ട പുഴുങ്ങിയതാ. 2 സുചേട്ടന് കൊടുത്ത്, 1 കിച്ചുവിന് കൊടുത്ത്, 1 ചെറുതിനും കൊടുത്ത്. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ പോയപ്പോ ചട്ടിയിലെ മുട്ട കാണുന്നില്ല ചേച്ചി. എന്നാലും എന്റെ മുട്ട എവിടെ? നമ്മുടെ നാട്ടിൽ അതിനുള്ള കള്ളന്മാരുണ്ടാ? ഉണ്ട് ചേച്ചി. മുമ്പൊക്കെ പണവും സ്വർണവും സൂക്ഷിച്ചാ മതിയായിരുന്നു. ഇപ്പൊ ആഹാരം വരെ സൂക്ഷിക്കേണ്ട അവസ്ഥയാ. ചേച്ചി സൂക്ഷിച്ചോ. എനിക്കിച്ചു എങ്ങാനും. ഹേയ്, ഇച്ചു ആവില്ല.
കൊല്ലും. മുട്ടക്കൊള്ള. അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ മുട്ട എടുത്തിട്ടില്ലേ.